എനി ടൈം മണി അപ്പൊ നേരത്തെ ഞാൻ ആക്ച്വലി ഇതാ ഇവിടെയാണ് വരാന്ന് കരുതിയത്. അയ്യോ പോലീസ്, പോലീസ്, കർത്താവേ പോലീസ്. ഞാൻ പോണേണ്. പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, ടി വി. പക്ഷെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? കുറച്ച് ബാൽക്കണിയിൽ വന്ന് നിൽക്കേണ്ടതാ. ഇപ്പൊ എന്തിനാണ് ഈ കാര്യം? അല്ല സംഭവേ അല്ല, അത് ഞാനിതിങ്ങനെ ആരുടെ ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞാൽ അവർ കല്ലുമണ്ണ് മാരി അറിയും. നീ ആകുമ്പോൾ കുഴപ്പമില്ല, കേൾക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞു. നീ എൻ്റെ മുത്തല്ലേ. നമ്മുടെ ഈ നാട്ടിൽ കുറച്ച് മഹാന്മാർ വീഡിയോയിലായാലും അല്ല നേരിട്ടാണെങ്കിലും പിള്ളേരോടെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. പണമല്ല വലുത്, പണത്തിനേക്കാൾ വലുത് മനുഷ്യനും പിന്നെ മറ്റ് മാങ്ങായും മാങ്ങാണ്ടിയും ഒക്കെയാണെന്ന്. ദയവ് ചെയ്ത് ഇത് ആരും കേൾക്കില്ല. ഇതൊരു ഉപദേശമായിട്ടൊന്നും എടുക്കണ്ട, പക്ഷേ അതല്ല ശരിക്കുള്ള ശരി. പണം ഉള്ളവന്മാരായിരിക്കും 90% ഇങ്ങനെ പറയുന്നത്. ഇല്ലെങ്കിൽ പിന്നെ പണം ഒട്ടും ഇല്ലാത്തവൻ, കാരണം അവനുണ്ടാക്കാൻ പറ്റുന്നില്ല. ദൈവവേദി ഈ സാമാനം ഇല്ലാതെ ഇന്ന് ലോകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പോൾ അറിയാം, എല്ലാവരും റിയലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഒന്നുകൂടെ പറയാം, എനിക്കറിയാവുന്നവർ കൂടെ അതങ്ങനെ കരുതണമെന്ന്. പണം ഉണ്ടെങ്കിൽ ഉള്ള ഒരു പവർ ഉണ്ടല്ലോ, നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ തന്നെ കൂടുമെന്നേ. കാരണം 2 ദിവസം മുമ്പ് എൻ്റെ കയ്യിൽ വെറും 4 ദിർഹംസ് മാത്രമായിരുന്നു എൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നത്. വെറും 4 ദിർഹംസ്. കാരണം നമ്മളിവിടെ പൈസ നമ്മളിവിടെ വെക്കില്ല, നമ്മൾ നാട്ടിലേക്ക് അയക്കുമല്ലോ. തോനെയൊന്നും ഇല്ലെങ്കിൽ നാട്ടിലേക്ക് അയക്കും. അപ്പോൾ ഈ വെറും 4 ദിർഹംസ് ഇരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇന്നലെ എൻ്റെ സാലറി കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അഹങ്കാരം കാണണമെന്ന്. കാര്യം ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. അപ്പോൾ നമുക്ക് വരുന്നൊരു കോൺഫിഡൻസ് ലെവൽ വേറെ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്. സോ പണം എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളൊരു ചങ്കൂറ്റം വരും, ധൈര്യം വരും. ഉണ്ടാക്കടാ മക്കളെ, പണം ഉണ്ടാക്കുക. ആവശ്യത്തിൽ കൂടുതലുമൊക്കെ ഉണ്ടാക്കി അറുമതിക്ക് കേട്ടോ. യു ക്യാൻ ഡു ഇറ്റ്. രാവിലെ ആക്ച്വലി എടുത്ത വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ അത് തുടർന്നെടുക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതുമായിട്ടൊക്കെ അങ്ങ് ഇരുന്നു, സമയം അങ്ങ് പോയി. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ചെയ്യുന്ന കാര്യമൊക്കെ വിട്ടുപോയി ആക്ച്വലി. പിന്നെ അങ്ങനെ ഇപ്പോൾ രാത്രിയിൽ ഇപ്പോൾ സമയം ഏകദേശം, ഞാൻ വാച്ചും എടുത്തില്ലല്ലോ, സമയം ഏകദേശം ഒരു 10:45 ആയിട്ടുണ്ട്. ആ ഒരു ടൈമാണ്. ഞാൻ റൂമിൽ നിന്ന് ജസ്റ്റ് പുറത്തോട്ടൊന്ന് ഇറങ്ങി. ഇപ്പോൾ എന്താ ഈ റോഡിലെ ഒരു അവസ്ഥ, ക്ലൈമറ്റ് എന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ചാണ് ഇറങ്ങിയത്. എൻ്റെ മോനെ, ഞാൻ ഈ കൈ വെച്ചേക്കുന്ന ഈ ഒരു തൂണുണ്ട്, ഇതൊരു ഇരുമ്പിൻ്റെയാണേ. ഇതുപോലും ചൂടായിട്ടിരിക്കുക. ചൂടെന്ന് വെച്ചാൽ എങ്ങനെ പറയുക, ഒരു ചെറിയ ചൂടില്ലേ, നമുക്ക് ടച്ച് ചെയ്യാൻ പ്രശ്നമില്ല. ബട്ട് ആ ചൂടുണ്ടല്ലോ, അതുപോലെ കാറ്റ് എന്നാലും കുത്തി കയറുന്ന കണക്കത്തെ ചൂടുള്ള കാറ്റ്. ഓഫ്, ഇറങ്ങണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇപ്പം നോക്കി ഒരു 2 മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്കും വിയർത്ത് കുളിക്കും മിക്കവാറും. എന്തായാലും നല്ല ചൂടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം കണ്ടില്ലേ, രാത്രിയാണ്. ആഹാ, എന്ത് ഭംഗി, നല്ല രസമുണ്ട് കേട്ടോ. എപ്പോഴും വെട്ടം ഉള്ളത് കൊണ്ടേ നല്ല രസം. ഈ ഒരു വണ്ടി പോകുന്നുണ്ടോ, വാവ്. ഒരു വണ്ടി തലയിരിഞ്ഞ് കറങ്ങിപ്പോന്നോ, എന്താ ഇത്? ഇതിലെയൊക്കെ വണ്ടികൾ കിടന്നോടുക കേട്ടോ, തെക്കുവിടൊക്കെ. ഇപ്പോൾ വലിയ റഷ് ഇല്ലല്ലോ റോഡിൽ, അതുകൊണ്ടാണ് ഇത്ര ഇതായിട്ട് ഫ്രീ ആയിട്ട് ഇവർ റൗണ്ട് ചെയ്ത് ഇവിടെ കറക്കി എടുത്തത്. അല്ലെങ്കിൽ ഇവിടെ കറക്കാനൊന്നും പറ്റത്തില്ല, വാഹനങ്ങൾ എപ്പോഴും പോകുമ്പോൾ. രാത്രിയൊക്കെ ആയി കഴിയുമ്പം പിന്നെ അങ്ങനെയൊക്കെയാണ്. നമ്മളെ നാട് പോലെയൊക്കെ തന്നെ എല്ലാവരും. രാത്രിയാകുമ്പം കുറച്ച് പേര് ടീംസ് അല്ലെങ്കിൽ ആൾക്കാർ കുറച്ച് വണ്ടിയൊക്കെ സർക്കസ് കാണിക്കുകയൊക്കെ ചെയ്യത്തില്ലേ റോഡിൽ. സർക്കസ് എന്ന് ഉദ്ദേശിച്ചത് കുറച്ച് കസർത്തോ എന്താ പറയണ്ട, അങ്ങനെ ആ ഒരു സംഭവം. അതേപോലെ ഇവിടെ എല്ലായിടവും ഉണ്ട്. എന്തായാലും ഇപ്പം നല്ല ചൂടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് നടന്നു നോക്കാം. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല കാണാനായിട്ടൊന്നും. എന്നാലും ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് നടക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരും. ഞാൻ ഓർമ്മ വരുന്ന കാര്യം നിങ്ങളോടും പറയാം. എൻ്റെ മോനെ, ഒരബദ്ധം പറ്റി. ആ എൻഡിലോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ തിരിഞ്ഞ് ഈ എൻഡിലോട്ട് പോയി. ഈ എൻഡിൽ പോയപ്പോൾ അവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നിൽക്കാനൊന്നുള്ള സൗകര്യങ്ങളില്ല. റോഡും ഇതെല്ലാം കൂടെ അടുത്തു. അയ്യോ, അത് ഭയങ്കര രസമുണ്ടല്ലയോ. ആ കാണുന്ന ലൈറ്റ്, അതൊരു പ്രത്യേക രസം. ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര രസമായി. ഹായ്, അടിപൊളി, സൂപ്പർ കേട്ടോ, അതെനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ
സംഭവം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വിചാരിച്ചേ ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്നാൽ ശരിയാവൂല, നമ്മുടെ എന്താ പറയുക അവിഞ്ഞൊരു പരുവായി പോവും, അതുകൊണ്ട് നേരെ റൂമിൽ പോകാമെന്ന് വിചാരിച്ച് ഞാൻ താഴെ നിന്ന് നടന്ന് മേളിൽ വന്നു കേട്ടോ. ഇവിടെ ഒരു എക്കോ കാണുമേ, ലിഫ്റ്റിൽ നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ മേളിൽ വന്ന് റൂമിൽ വന്നപ്പോൾ ഒരുത്ത വീണ്ടും താഴോട്ട് പോകും. എന്നാൽ പിന്നെ അവൻ്റെ കൂടെ പോവാം. ഇതാ വരുന്ന ഇവ എവിടെയോ പോവുക. അതാണ് എവിടെ പോവുക ആക്ച്വലി. നമ്മൾ ATM പോകുന്ന NBD പൈസ ബാങ്കിൽ പൈസ തരണ്ടേ, ഒരു 5 മിനിറ്റ് പെട്ടെന്ന് വരും. ഓക്കെ ബാ, നമ്മൾ കൂടെ പോയി. ഇവ എന്ത് വരുന്നില്ലടേ ഇത്. അതൊക്കെ മഴയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ പാടാം. അപ്പോൾ NBDയുടെ ATM CDM ഇല്ലല്ലേ, CDM ഒന്ന് പോകാം. എല്ലാം CDM ഇവിടെ എല്ലാം CDM. കൂടാ എല്ലാ ATM CDM. എന്നാ ഓക്കെ, എല്ലാ ATM CDM ആണെന്നാണ് ഇവൻ പറയുന്നത്. അപ്പോൾ ATM എന്ന് പറയണ്ടേ, CDM ഇല്ലേ, എനി ടൈം മണി തുടങ്ങി അവന് കുരുത്തക്കാട്. പോകാം. ഇപ്പം എത്ര രൂപ അടയ്ക്കാനാ പോകുന്നത്? നമ്മളിപ്പം 4800 ദിർഹംസ്. മൈക്കോട് 4800 ദിർഹംസ് നാട്ടിൽ എത്ര രൂപ എന്നറിയോ? വെറും അറിയോ? 1 ലക്ഷം. ഒന്നൊന്നുമല്ല. അപ്പോൾ 25 വെച്ച് കൂട്ടിയാൽ പോലും 2000 ദിർഹംസ് ആകുമ്പോൾ 50,000 രൂപയായി. 4000 ആകുമ്പോൾ 1 ലക്ഷം. ശരിയാ. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 1.25 ലക്ഷം രൂപ കൊണ്ടുചെന്ന് ഇന്ന് ബാങ്കുകാർക്ക് കൊടുക്കുക അല്ലേ പലിശ? ബാങ്കിൽ ഇല്ല, പൈസ നേരത്തെ എടുത്തതാ, അതിപ്പോൾ അടയ്ക്കാം. ഓക്കെ, ഇപ്പോൾ എടുത്ത് നമ്മൾ അടച്ചിട്ടൊക്കെ വരാം. ഇത് ഇവിടെ കൂടെ കറങ്ങി അവിടെ കൂടെ കറങ്ങി വരാം. പൈസ ഒരു പ്രശ്നമല്ലേ? പൈസ ഒരു പ്രശ്നമാണെന്നാണ് പറയുന്നത് അവൻ. പൈസ കേട്ടാ, പൈസ കേട്ടിട്ടുണ്ടോ? ചിലർ പൈസ എന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ചിലർ പറയുന്നത് ഇങ്ങനെയാണ്, പൈസക്ക് പൈസ. പൈസ 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 എന്ന് പറയുന്ന ചിലരുണ്ട്. പൈസ ഞാൻ ഉണ്ടാക്കിയതാ. പൈസ 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 എന്ന് പറയുന്ന ഷാ, സായിക്ക് പേര് ഷാ. പൈസ എന്നല്ലേ യഥാർത്ഥത്തിൽ പറയുന്നത്, പക്ഷെ പൈസ എന്ന് പറയുന്നവരുണ്ട്. ആളുണ്ടല്ലേ? ഉണ്ട്. ഞാൻ മാത്രം അല്ല 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 അത് തകർന്നല്ലേ സംഭവം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം, അത് ഏത് സ്ഥലത്തുള്ളവരാണ് ഈ പൈസ എന്ന് പറയുന്നത്. പൈസക്ക് പൈസ എന്ന് പറയും. അവര് സമ്മതിക്കത്തുമില്ല കേട്ടോ, പൈസ അല്ല പൈസ എന്നാ അവര് പറയുന്നത്. എന്തരാവട്ടെ, നമ്മൾ പറയും പൈസ. ഇവിടെ ഭയങ്കര ഒരു ജനത്തിരക്കം കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊന്നും അറിയത്തില്ല, പക്ഷെ കാണിക്കാൻ പാടില്ല കേട്ടോ. ഒരു സൈഡ് കാണിക്കാം. സംഭവം ഉണ്ടല്ലോ, ഇന്ന് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റാണ്. അതുകൊണ്ട് എല്ലാവരും ക്യൂവിലാണ്. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പറയാം, ഇല്ലെങ്കിൽ ഇന്ന് ഇവരെല്ലാവരും കൂടെ എന്നെ ഇടിച്ച് കൊല്ലും. സംഭവം ഉണ്ടല്ലോ, ഇന്ന് ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇതാ നമ്മുടെ ബാക്കിൽ കാണുന്ന ഒരു ബഹളം കണ്ടോ, ക്യൂ ഉണ്ടോ? ഇവിടുത്തെ CDM മെഷീൻ്റെ അടുത്തുള്ള ക്യൂ ആണ്. ഇത്രയും പേര് ഇവിടുത്തെ ക്രെഡിറ്റ് കാർഡാണ് കളിക്കുന്നത്. ഒരുപാട് പേരും ക്രെഡിറ്റ് കാർഡ് കളിക്കുന്നുണ്ട്. അത് കളിക്കാൻ അറിയാവുന്നവർ കളിച്ചാൽ കുഴപ്പമില്ല, അല്ലാത്തവർ കളിച്ചാൽ പണി പാളും. അവസാനം ഇവിടുത്തെ ജയിലിൽ കിടന്നുണ്ട് തിന്നേണ്ടി വരും. സത്യം. അതുകൊണ്ട് അതൊന്നും അനാവശ്യമായിട്ട് ആവശ്യമില്ലെങ്കിൽ അതൊന്നും എടുക്കാത്തതാണ് നല്ലത്. അവിടെ നിൽക്കുന്നുണ്ടാ നമ്മുടെ ആള്, കുട്ടിക്കറട്ടിക്കുന്ന അവൻ പേയ്മെൻറ്റ് അടയ്ക്കാൻ പോയ 4800. എങ്ങനെ തോന്നും ഇതടയ്ക്കാൻ? ഇത് എടുത്ത് ഉപയോഗിക്കരുത്. അറിയാമെങ്കിൽ ഇതൊക്കെ എടുത്ത് കളിക്കാവൂ, പക്ഷെ നല്ലതാ, ഉപയോഗിക്കാൻ അറിയാവുന്നവർക്ക് നല്ലതാ കേട്ടോ. മൈ ഗാഡ്, വിയർക്കുന്നു. അപ്പോൾ നേരത്തെ ഞാൻ ആക്ച്വലി ഇതാ ഇവിടെയാണ് വരാമെന്ന് കരുതിയത്. അയ്യോ, പോലീസ്, പോലീസ്, കർത്താവേ പോലീസ്, ഞാൻ പോണേണ്. അപ്പോൾ നേരത്തെ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ വരായിരുന്നു. പിന്നെ പറയാം കേട്ടോ, പൗലോസ് കൊലച്ചതി. ഇനി ADCB പോണം. ചതിച്ചെന്നെ. എന്താ കഴിക്കാഞ്ഞേ? നിങ്ങൾക്ക് അറിയോ ഗൈസ്, ഇവൻ്റെ കയ്യിൽ 5 ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്ന്. 5 6 ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എല്ലാം. ഓ അങ്ങനെയാണോ? സോറി കേട്ടോ, ക്രെഡിറ്റ് കാർഡ് ഒന്നും, ബാക്കിയെല്ലാം ഡെബിറ്റ് കാർഡുകളും. അപ്പം അതായത് 5 ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ട്. ക്രെഡിറ്റ് കാർഡ് ഒരു 15,000 ദിർഹംസ്. അതെല്ലാം വലിച്ച് തീർത്താ 15 എടുത്ത്
ഫൈനാൻസ് 10 എടുത്ത് എടാ ഇത് ആക്ച്വലി നീ കാശായിട്ട് എടുത്താൽ നിനക്ക് നഷ്ടമില്ലയോ? ഇല്ല, നഷ്ടമല്ല. കാശായിട്ട് ലോണായിട്ട് എടുക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് പർച്ചേസ് ചെയ്താൽ അവർ ക്യാഷ് തരും, അതിന് ചാർജ് കൊടുത്തത്, എന്നിട്ട് അതിന് നമുക്ക് ലോൺ ആക്കാം. ഓക്കെ, എനിവേ ഇതൊന്നും കേട്ട് നിങ്ങളാരും ഇതൊന്നും ചെയ്യല്ലേ. ടു മച്ച് ഡേഞ്ചർ. ഇതൊരു നാറ്റം ഇവിടെ, എൻ്റെ അമ്മച്ചി ഉണക്കമീൻ്റെ നാറ്റം. ഹോട്ടൽ. ഓക്കെ, നീ പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, പിന്നെ ടി വിയിൽ കണ്ടിട്ടുണ്ട്. ടി വി പക്ഷെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? എവിടെ? പക്ഷെ ഇപ്പോഴല്ല കേട്ടോ, കുഞ്ഞിലെയാണേ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. BYD. അപ്പോൾ കിടില വണ്ടിയല്ലേ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മാമൻ്റെ മോന് അവൻ സൈക്കിള് ചവിട്ടി ഇങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും സൈക്കിള് ചവിട്ടുവാണേ. ഞാൻ ഇല്ല ടയറുണ്ടല്ലോ, സൈക്കിളിൻ്റെ ടയർ ഇങ്ങനെ ഒട്ടിക്കൊണ്ട് ഇവൻ്റെ കുറേ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അടുത്ത റൗണ്ടിൽ ഇവൻ ടയർ ഓടിക്കുന്നു, ഞാൻ സൈക്കിൾ ചവിട്ടുന്നു. അങ്ങനെ പോകുന്നത്. അങ്ങനെ സൈക്കിൾ ഞാൻ ചവിട്ടിക്കൊണ്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഒരു കോണിങ്ങനെ തിരിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് മുറ്റത്ത് കസേരയിൽ, പകലാണേ, കസേരയിൽ ഒരാൾ ഇരുന്ന് ഇങ്ങനെ ആടുക. ഈ ആടുന്ന ആൾക്ക് പകുതിയൊക്കെ ഉള്ളൂ ശരീരം, കാലിൻ്റെ നടുക്ക് ഭാഗമില്ല, കയ്യിൻ്റെ കുറച്ചില്ല, അങ്ങനത്തെ ഒരു രൂപം കാണുന്നത്. കസേരയിലിരുന്ന് നാക്കിന്ന് ചോരയൊക്കെ ഇങ്ങനെ വീഴുന്നു. ഓ ചല്ലേ, ഇനി ഞാൻ പറയട്ടെ, ഇത് കഥ മൊത്തം കേക്ക്. അങ്ങനെ ആ സംഭവം ഇത് കണ്ടിട്ട് എനിക്ക് പറ്റിയത് എന്തുവന്ന് ബാക്കി പിന്നെ ആ നാട്ടുകാർ പറഞ്ഞുള്ള അറിവാണ് എനിക്ക്. അപ്പം ഞാൻ ഈ സീൻ കണ്ടിട്ട് ഞാനങ്ങ് ഇതായി, മൊത്തത്തിൽ സ്റ്റക്കായി. ചവിട്ടിക്കൊണ്ടിരുന്ന സൈക്കിള് കാല് തറയെ തൊട്ടിട്ടില്ല, സ്റ്റാൻഡ് ഇട്ടിട്ടില്ല, പക്ഷേ സൈക്കിളിൽ നിന്ന് ഞാൻ വീണിട്ടുമില്ല. ഞാൻ എത്രയോ നേരം അങ്ങനെ നിന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. അതെന്താ റീസൺ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആ രൂപം കണ്ടേ, പക്ഷെ എൻ്റെ കൂടെ നിന്നവൻ ഇതൊന്നും കാണുന്നില്ല. അവൻ ടയർ ഉരുട്ടി അവനങ്ങ് പോയി. എന്നിട്ട് എത്ര നേരം കണ്ട്? കുറച്ച് നേരം നിന്നു എന്നാ പറയുന്നത്. പിന്നെ എനിക്ക് ബോധമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ആരൊക്കെയോ വന്ന് എന്നെ എടുത്ത് അവിടെ ഞങ്ങൾക്ക് വീടിന് ചുറ്റും തിണ്ണയുണ്ട്, നമ്മൾ വരാന്ത പോലെ. അപ്പോൾ അവിടെ എടുത്ത് കിടത്തി കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ എന്നെ വെള്ളമൊക്കെ എടുത്ത് ഉണർത്തി. അപ്പോൾ ഞാനിങ്ങനെ കാര്യം ഇതൊക്കെ പറഞ്ഞ് അത് എല്ലാവരും പേടിച്ചിരിക്കും. അന്ന് എനിക്ക് പേടിയുണ്ട്, ഇന്നിപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കൊരു കടക്കഥ പോലെ തോന്നുള്ളൂ. എനിക്ക് അങ്ങനെ തോന്നുന്നു. എനിക്ക് കുറച്ച് ഇതിന്റെ ബാൽക്കണിയിൽ വന്ന് നിൽക്കേണ്ടതാ. ഇപ്പൊ എന്തിനാണ് ഈ കാര്യങ്ങൾ അല്ല സംഭവേ, അല്ലാതെ ഞാനിതിങ്ങനെ ആരുടെ ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞാൽ അവർ കല്ലുമണ്ണ് മാരി അറിയും. നീ ആകുമ്പോൾ കുഴപ്പമില്ല, കേൾക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞു. നീ എൻ്റെ മുത്തല്ലേ. അല്ല സംഭവം ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പേര് നമ്മൾ ഹിന്ദുക്കളാവുമ്പം ഇതിന് പൂജ നടത്തും. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മന്ത്രിയും തന്ത്രിയൊക്കെ മന്ത്രിയല്ല തന്ത്രി ആരൊക്കെ വരും. വന്നിട്ട് ആ പൂജാരികളൊക്കെ വന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്ത് ഒരു ചെറിയ തടി രൂപം പോലുള്ള സാധനത്തിനകത്തൊക്കെ എന്തൊക്കെ ആക്കിയിട്ട് ഇവർ കൊണ്ട് കളയുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ഒരു ദിവസം 2 ദിവസം മുമ്പേ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, ഏരിയ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചുറ്റും മുള്ളുവേലി കെട്ടിയേക്കുക. ഒരു മുള്ളുവേലിയുടെ കോർണറിൽ ഒരു താടിയൊക്കെ വളർത്തിയ ഒരാൾ എന്തോ ഒരു സാധനം ഞങ്ങളുടെ പറമ്പിലോട്ട് ഇട്ട്. ഇത് ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അയാൾ എന്നെ കണ്ണുരുട്ടി. നമ്മൾ കുഞ്ഞല്ലേ, അപ്പോൾ ഇങ്ങനെ കണ്ണുരുട്ടി അയാൾ ഇങ്ങനെ കാണിച്ചപ്പോൾ എനിക്ക് ഒരുമാതിരി പേടിയായി. ഞാൻ ഓടിക്കളഞ്ഞു. പക്ഷേ ഈ സംഭവം ഞാൻ കണ്ടല്ലോ. രണ്ടാമത് ഇതേ ആൾ ഞങ്ങളുടെ വീട്ടിലെ കിണറ്റിലും കൊണ്ടിട്ടൊരു സാധനം. ഈ തകിട്, പണ്ടൊക്കെ ഇങ്ങനത്തെ പരിപാടികളുണ്ട്. ഈ തകിടും എന്തൊക്കെയോ തലയോ വാലോ എന്താണ്ടൊക്കെ കൊണ്ട് ഞങ്ങളുടെ കിണറ്റിലിട്ട് അങ്ങനെ. അതെ. അപ്പോൾ അങ്ങനെ ചെയ്തതാ. അപ്പോൾ ഇത് ഞാൻ കണ്ടല്ലോ. അപ്പോൾ എന്നെ പേടിപ്പിക്കണം, അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് അന്ന് പൂജാരിമാർ പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മ. ഇതേപോലെ അതിനുശേഷം ഈ പൂജയൊക്കെ ചെയ്ത് ഇവരെന്തോ തടിയിലാക്കിയിട്ട് എന്തൊക്കെയോ ചെയ്ത് അതിനുശേഷം പിന്നെ ഞാൻ എനിക്ക് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരാണ് ഈ പൂജ ചെയ്തവരാണ് പറഞ്ഞത് ഇന്ന സ്ഥലങ്ങളിൽ പോയി നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പോയി നോക്കുമ്പോഴാണ് അതിൻ്റെ അകത്തൊക്കെ ഓരോന്ന് കിടക്കുന്നത്, ഈ കൊണ്ടിട്ട സാധനങ്ങൾ. അപ്പം നമുക്കിതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലേ, കുഞ്ഞാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സംഭവം ഉണ്ടായി. എൻ്റെ മാമൻ്റെ മകൻ ഒരു ഓപ്പറേഷൻ ചെയ്തപ്പോൾ മരിച്ചു പോയായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ കൂടെ സൈക്കിൾ കിട്ടി വന്ന അവനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോൾ അവന് സ്കൂൾ അടച്ചാലും അവൻ ഞങ്ങളുടെ വീട്ടിൽ വരും. എൻ്റെ വീട്ടിൽ അഞ്ചൽ അവിടെ വന്ന് നിൽക്കുമായിരുന്നു. അങ്ങനെ ഇവന് ലാസ്റ്റ് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നേയും അവൻ അവിടെ നിന്ന്. എന്നിട്ട് ഓപ്പറേഷൻ അവിടെ നിന്നാണ് കൊണ്ടുപോയി കഴിഞ്ഞ് രാജേഷ് എന്ന പേര് കേട്ടോ. അപ്പോൾ അവനെ കൊണ്ടുപോയി ഓപ്പറേഷന് പോയി. അന്ന് തന്നെ മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ അറിയിച്ചില്ല.
ഹോസ്പിറ്റലുകാർ വെന്റിലേറ്റർ ഇട്ടിരുന്ന് ഞങ്ങളെ പറ്റിച്ചു 2 ദിവസം. കുഞ്ഞാണ് ഞാനും, എനിക്ക് ഈ ഒരു അറിവൊക്കെ ഉള്ളൂ. മറ്റേ ഹാർട്ടിൽ വാൽവിന് പ്രശ്നമായിരുന്നു, എന്തോ ഒരു ഹോളോ അങ്ങനെ എന്തോ ആയിരുന്നു. രാവിലെ കൊണ്ടുപോകാനെ വൈകിട്ട് കൊണ്ടുവന്നു ഓപ്പറേഷന്. അപ്പോൾ അന്ന് ഞങ്ങൾ കുഞ്ഞിലെ ഞങ്ങൾ ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണേ. ഇവൻ മരിച്ചതിന് ശേഷം ഞാൻ ഒരു ദിവസം സൈക്കിള് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിരുന്ന്, അമ്മ പറയുന്നത് എഴുന്നേറ്റിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുവാണെന്ന്. ആരോടാ? ഇവൻ്റെ കൂടെ ഞാൻ കാര്യം പറയുന്നത്. ഇവൻ്റെ അടുത്ത് വന്നിരിക്കും. എനിക്ക് തോന്നും കാര്യം ഞങ്ങൾ ഒരുമിച്ച് കുളിക്കുക, തോർത്തൊക്കെ കൊടുത്ത് നമ്മൾ ഒരുമിച്ചൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ അവൻ തോർത്തെടുത്തോണ്ട് വരുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. അവൻ തോർത്തെടുത്തോണ്ട് വന്ന് അവിടെ ഇരുന്ന് ബെഡിലിരുന്ന് ഞാനും അവൻ്റെ കൂടെ സംസാരിക്കുന്നു. അപ്പോൾ അമ്മയാണ് പിറ്റേന്ന് എന്നോട് പറയുന്നത്, നീ ഇങ്ങനെയൊക്കെ എന്തിനായിരുന്നു സംസാരിച്ചത്? ഞാൻ പറഞ്ഞു, ഞാൻ അവനെ രാജേഷിൻ്റെ കൂടെ സംസാരിച്ച് അവനെ കണ്ട് എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. ഇതൊക്കെ അന്ന് നടന്നു. ഇതിന് ശേഷം വേറൊരു ഭയങ്കര അപകടം നടന്നു. ഇത് ഞാൻ ഒരു ദിവസം സൈക്കിള് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുക, ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള, അതായത് ഞങ്ങൾ കുറേ പേര് കൂടി ചേർന്ന് റബ്ബർ തോട്ടത്തിൽ ക്രിക്കറ്റ് കളിക്കും. അപ്പോൾ അവിടെ ക്രിക്കറ്റ് ബാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ അവിടെ ഒരു MTBയുടെ സൈക്കിള്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ്റെ MTB സൈക്കിൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ജീവൻ എന്നാ പേര്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അവൻ്റെ സൈക്കിൾ ഞങ്ങൾ അന്ന് ക്രിക്കറ്റ് ഗ്രൗണ്ട് ഏരൂർ എന്ന് പറയുന്ന സ്കൂളിൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ പോയി ക്രിക്കറ്റ് കളിക്കും, മത്സരമുണ്ട്. അതിന് പോകാൻ നിൽക്കുമ്പോൾ ഞാൻ ബാറ്റും ഒക്കെ എടുത്ത്, ഇവന്മാരെല്ലാം പോയി, ഞാൻ ഇടയ്ക്ക് അങ്ങണ്ടാ വരുന്നത്. അപ്പോൾ ഞാൻ ഇവൻ്റെ സൈക്കിളും എടുത്ത് ഇവൻ്റെ സൈക്കിളിൽ ബാറ്റും വെച്ചിട്ട് സൈക്കിളും എടുത്തുകൊണ്ട് പറന്ന് നേരെ ഒരു വെട്ട് റോഡാണേ. ഇങ്ങനെ റോഡ് വന്ന് ഇതേപോലെ മെയിൻ റോഡിൽ ഇറങ്ങും, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇറങ്ങും പോലെ. പക്ഷെ ആ റോഡ് വെട്ട് റോഡാണേ. പറന്ന് വന്ന് ഞാൻ നേരെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം പോയി ഇങ്ങനെ കറങ്ങി കഴിഞ്ഞു സൈക്കിള്. ഇവിടുന്ന് വണ്ടി വരുന്നത് നോക്കുന്നില്ല. ഒരു സ്കൂട്ടറുകാരെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്നത്, ഈ സ്കൂട്ടറുകാരെ ഇവിടെ നിന്ന് വരുമല്ലേ, അയാൾ പേടിച്ച് വെട്ടിച്ച് വന്ന് എൻ്റെ സൈക്കിൾ ഒറ്റ ഇടിച്ചിട്ട് പുള്ളിക്കാരൻ നിരങ്ങി അങ്ങ് പോയി. ഞാൻ നോക്കുമ്പോൾ സൈക്കിൾ ചവിട്ടിയിട്ട് നീങ്ങുന്നില്ല, പെടലും ഇതെല്ലാം കൂടെ വളഞ്ഞു പോയി. ഞാൻ പയ്യെ സൈക്കിളോടെ വെച്ച് ഇയാൾ വീഴുന്നേ കണ്ട് പേടിച്ചിട്ട് സൈക്കിള് പൂട്ടിയിട്ട് ബാറ്റ് എടുത്തിട്ട് ഒറ്റ ഓട്ടം ചായി സ്കൂളിൻ്റെ ഗ്രൗണ്ട് വരെ. അങ്ങനെ അച്ഛൻ എന്നെ തിരക്കിയൊക്കെ വന്നടാ, പാവ അച്ഛൻ. അങ്ങനെയൊക്കെ പഴയ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുപോലെ ഞാൻ ഈ എൻ്റെ മാമൻ്റെ മോൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവൻ്റെ കാര്യവും ഇതേപോലെ കുറേ പൂജാരികളെ ഇതേപോലെ ഒരു പൂജ ചെയ്താണ്. പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല അവനെ, പക്ഷെ അതുവരെ ഞാൻ കാണും. പക്ഷെ പൂജ ചെയ്ത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് അവന് അപകടമാണ്. എന്താണെന്ന് വെച്ചാൽ ഇവൻ എന്തെങ്കിലും ഒരു യാത്ര ചെയ്യുന്നു, അപ്പോൾ പെട്ടെന്ന് ഇവൻ്റെ അടുത്ത് ഇങ്ങനെ തട്ടി വിളിക്കുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ ബൈക്കാണ് ഓടിക്കുന്നെങ്കിലോ ഇങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ആക്സിഡൻറ്റ് വരത്തില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അത് ഒഴിവാക്കുന്നത് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഒരു പൂജയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നാളെന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ കാണുമായിരുന്നു, അവൻ്റെ കൂടെ നല്ലപോലെ മിണ്ടുമായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. ഞങ്ങൾ തങ്ങളിൽ ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു. തിരുവനന്തപുരത്തെ ശ്രീചിത്രയാ അത് അന്നും വലുതും പേരും ഒക്കെ ഉണ്ട്. പക്ഷേ വരാനുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവിടെ ഭയങ്കര അടിയൊക്കെ ഒഴുക്കോ എന്തൊക്കെ ആയിരുന്നു. ഞാൻ 7-ോ 8-ലോ അങ്ങോട്ട് പഠിക്കുന്ന സമയം, 6-ലോ 7-ലോ. പക്ഷെ അവൻ നല്ലതായിരുന്നു. നല്ലവരെയൊക്കെ ദൈവം നേരത്തെ കൊണ്ടുപോകും. നമ്മളെ പോലെ വൃത്തികെട്ടന്മാരെങ്ങനെ ഇട്ടേ. പ്രത്യേകിച്ച് ഞാനും അങ്ങനെയാണ്, നമ്മൾ രണ്ടും പ്രത്യേകിച്ച്. അപ്പോൾ ഞങ്ങളുടെ രാത്രി സഞ്ചാരം കഴിഞ്ഞിരിക്കുന്നു. ജ്യൂസായിരുന്നെങ്കിൽ കുടിക്കുക. സമയം എത്രയായി? 11:30 ഇതായിരിക്കുന്നു. ഉറങ്ങിക്കൂടെ? ക്യാമറ അടിപൊളി, നല്ല വൈബ്. ആക്ച്വൽ കളറായില്ല. അയ്യോ. അപ്പം ശരി, നമുക്ക് അടുത്തൊരു വ്ളോഗിൽ അടുത്തൊരു ദിവസം കാണാം. ഞങ്ങളെല്ലാവരും പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. ഉറങ്ങാൻ പോകണമെന്ന് ചുമ്മാ പറയാം, പറ്റിക്കുക. ഫോണിൽ മാന്തിത്തോണ്ടിരിക്കും. ആണോ? അപ്പം ശരി, യാത്രയില്ല. ഗുഡ് നൈറ്റ്.